ഏഴാം ദിവസം ദ സിംഫണി ഓഫ് സൈലൻസ്, മൗനത്തിൻ്റെ സംഗീതം. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോഴല്ല, നിശബ്ദരായിരിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ എലിയ പ്രവാചകനുണ്ടായ അനുഭവം വിവരിക്കുന്നുണ്ട്. കർത്താവായ ദൈവം കടന്നുപോയി. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങളെ പിളർക്കുന്നതും പാറകളെ തകർക്കുന്നതുമായ അതിശക്തമായ കാറ്റുണ്ടായി. എന്നാൽ കാറ്റിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല. കാറ്റിന് ശേഷം ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവ് ഉണ്ടായിരുന്നില്ല. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവ് ഉണ്ടായിരുന്നില്ല. അഗ്നിക്ക് ശേഷം ഇളങ്കാറ്റിൻ്റെ മർമ്മരം കേട്ടു. അതിൽ ദൈവത്തെ തിരിച്ചറിയുന്ന എലിയ പ്രവാചകൻ. ദൈവം ഇടിമുഴക്കത്തിലോ ഭൂകമ്പത്തിലോ അല്ല വന്നത്, ഒരു മൃദു സ്വരത്തിലാണ്. ആ മൃദു സ്വരം കേൾക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ വാതിലുകൾ അടയണം. നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ അണയണം. മൗനമാണ് ആ സ്വരം കേൾക്കാനുള്ള ഏക വഴി. അല്പം മനഃശാസ്ത്രം. മൗനമായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഒരു ദിവസം 2 മണിക്കൂർ നിശബ്ദമായിരിക്കുന്നത് തലച്ചോറിലെ ഹിപ്പോകാമ്പസിൽ പുതിയ കോശങ്ങൾ വളരാൻ സഹായിക്കുന്നു. ഓർമ്മശക്തിക്കും പഠനത്തിനും ഏറെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിപ്പോകാമ്പസ്. രണ്ടാമതായി, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. സംസാരവും പുറമേ നിന്നുള്ള ശബ്ദങ്ങളും കുറയുമ്പോൾ അതനുസരിച്ച് രക്തസമ്മർദ്ദം താഴോട്ട് വരികയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ആധുനിക നഗരങ്ങളിൽ ഇന്ന് സൈലന്റ് കഫേകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ അനുവാദമില്ല. ആളുകൾ വന്ന് വെറുതെ മൗനമായി ഇരിക്കുന്നു. യൂറോപ്പില്, ജപ്പാനില് ഇത്തരം സങ്കേതങ്ങൾ വർദ്ധിക്കുന്നത് മനുഷ്യൻ ശബ്ദ കോലാഹലം കൊണ്ട് എത്രമാത്രം തളർന്നുപോയി എന്നതിൻ്റെ തെളിവാണ്. മൗനത്തിലൂടെ മാത്രമേ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി ഉണ്ടാകൂ എന്ന് ആധുനിക ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയോ പകലോ ഒരു 10 മിനിറ്റ് സമയം നിശബ്ദമായി ഇരിക്കുക. ഒന്നും വായിക്കരുത്, പാട്ട് കേൾക്കരുത്, ആരോടും മിണ്ടരുത്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുക. പുറത്തെ ശബ്ദങ്ങളല്ല, ഉള്ളിലെ നിശബ്ദത കണ്ടെത്താൻ ശ്രമിക്കുക. ദൈവം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ.